മണ്ണ് പര്യവേഷണ, മണ്ണ് സംരക്ഷണ വകുപ്പ്, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു. ലോക മണ്ണ് ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി മണ്ണ് സംരക്ഷണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് മണ്ണ് ദിനം ആചരിച്ചു വരുന്നത്. ലോക മണ്ണ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും പഞ്ചായത്ത് തല മണ്ണ് ഫലപുഷ്ടി ഭൂപടം, റിപ്പോർട്ട് പ്രകാശനം, കർഷകരെ ആദരിക്കൽ എന്നിവ കടുത്തുരുത്തിയിൽ നടന്നു. ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞതിൽ MLA എന്ന നിലയിൽ എനിക്ക് അത്യധികമായ ചാരിതാർത്ഥ്യമുണ്ട്. കോട്ടയം ജില്ലയിൽ ആദ്യമായി തുടക്കം കുറിച്ചത് കിടങ്ങൂർ പഞ്ചായത്തിലാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിടങ്ങൂർ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഈ പ്രോജക്റ്റ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ, ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാ സഹകരണത്തോടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ ഭാഗമായി നേതൃത്വം കൊടുക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു പ്രകൃതി സംരക്ഷണം. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സോയിൽ സർവേ ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു ഭാസ്കർ പദ്ധതി വിശദീകരിച്ചു. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻമരിയ ജോർജ് ജില്ലയിലെ മണ്ണ് ശ്രേണികളുടെ ഇൻഫിൽട്രേഷൻ റിപ്പോർട്ട് പ്രകാശനം നിർവഹിച്ചു. കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോസ് സി മണ്ണ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക മണ്ണ് ദിനാചരണത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PG റെജി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TR സ്വപ്ന എന്നിവർ സംസാരിച്ചു. സോയിൽ സർവേ കോട്ടയം അസിസ്റ്റന്റ് ഡയറക്ടർ NV ശ്രീകല സ്വാഗതം പറഞ്ഞു. അതുപോലെ മണ്ണ് പരിശോധനാ ലാബുകൾ, ഗുണമേന്മയ്ക്കുള്ള NABL അംഗീകാരം ലഭിച്ച 7 മണ്ണ് പരിശോധനാ ലാബുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. നിർഭാഗ്യവശാൽ കോട്ടയം ജില്ലയിൽ നമ്മുടെ സോയിൽ സർവേക്ക് ലാബുകളില്ല. നമുക്ക് ഏറ്റവും അടുത്തുള്ള ലാബ് ആലപ്പുഴയാണ്. രാജ്യത്ത് തന്നെ NABL അംഗീകാരം ലഭിച്ച ആദ്യത്തെ ലബോറട്ടറിയാണ് സോയിൽ സർവേയുടെ കീഴിലുള്ള ആലപ്പുഴയിലുള്ള മണ്ണ് പരിശോധന ലബോറട്ടറി. നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാം, നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്താകമാനമുള്ള മണ്ണിന്റെ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുന്ന നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാം രാജ്യത്ത് ആരംഭിച്ചു. കോട്ടയം ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സോയിൽ സർവേയാണ്. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ഡോക്ടർ അനു മേരി ഫിലിപ്പ് നന്ദി രേഖപ്പെടുത്തി. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സോയിൽ സയൻസ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS ആരോഗ്യമുള്ള മണ്ണിലൂടെ സുസ്ഥിര കൃഷി എന്ന വിഷയത്തിലും, കോട്ടയം സോയിൽ സർവേ ഓഫീസർ നിത്യചന്ദ്ര മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന വിഷയത്തിലും സെമിനാർ നയിച്ചു. പച്ചക്കറി വിതരണവും നടന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകൾക്കും കൃഷിഭവനും മണ്ണ് ശ്രേണികളുടെ മാപ്പും മണ്ണ് പരിശോധനയുടെ റിപ്പോർട്ടും നൽകി. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ്, മികച്ച വനിതാ കർഷകൻ, കർഷക തൊഴിലാളി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. i4E ന്യൂസ്, ഏറ്റുമാനൂർ.